എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ജ്യൂസാണ്. എല്ലാവർക്കും നല്ലൊരു ഗുണപ്രദമായിട്ടുള്ള ജ്യൂസായിരിക്കും. എന്നാന്ന് ചോദിച്ചാൽ ചതുരപ്പുളി കൊണ്ടൊരു ജ്യൂസ്. ചതുരപ്പുളി നമുക്കിപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചതുരപ്പുളി എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയത്തില്ല. ഒത്തിരി പേര് ഇങ്ങനെ വെറുതെ കളയുന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് ജ്യൂസായിട്ട് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും ഉപയോഗിക്കാം. എത്ര നാളായാലും കേടാകത്തില്ല. നമുക്കത് 1-2 സ്പൂൺ എടുത്ത് ഉപ്പും പഞ്ചസാരയും, ഉപ്പ് തന്നെയാണെങ്കിലും പഞ്ചസാര തന്നെയാണെങ്കിലും ഇട്ട് കുടിക്കുന്നവർക്ക് കുടിക്കാം. അത് ശരീരത്തിനൊരു കേടുമില്ല. പരവ ജ്യൂസിനേക്കാളും ഒക്കെ നല്ലൊരു ജ്യൂസാണ്. ഞങ്ങളെപ്പോഴും അടിച്ച് കുടിക്കുന്നതാണ് ആ ജ്യൂസ്. അപ്പം നമുക്ക് കണ്ടില്ല നല്ല അടിപൊളി പഴത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 6 ചതുരപ്പുളിയുടെ പഴം എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പകുതി ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് കൊടുക്കാവേ. വലിയ നെല്ലിക്കയാണ്, അതുകൊണ്ട് ഒരെണ്ണമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതെല്ലാം ഗുണമുള്ള സാധനമല്ലേ. ഇഞ്ചി ആണെങ്കിലും വയറിന് നല്ലതല്ലേ. അപ്പം ഇത് ജ്യൂസൊന്നും മേടിച്ച് കഴിക്കണ്ട. നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് നമുക്ക് എത്ര ദിവസമായാണേലും നമുക്ക് ജ്യൂസൊന്നും കേടാകാതെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടി അടിക്കുന്ന ആയിക്കൂടിയൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ജ്യൂസർ നമ്മുടെ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പം ഇത് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ച് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇച്ചിരിയേ ഉള്ളൂ സംഭവം. അടിച്ചപ്പം നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. ഒന്നുകൂടെ കറക്കിയെടുക്കാവേ. ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. നല്ലപോലെ ഒഴിച്ചു കൊടുക്കാവേ. എല്ലാം പിശിട്ട് പോലായി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്നും വരാനില്ല. ഇത് നമുക്ക് കളയാം. ബാക്കിയെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒത്തിരി വേണ്ട. ചിലപ്പോൾ ഷുഗറുള്ളവർക്കൊക്കെ കുടിക്കണമെങ്കിൽ അധികം പഞ്ചസാര വേണ്ട. അപ്പോൾ ഇതൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. ഇതാരും കളയരുത്. കിട്ടിയാൽ ഇതുപോലെ അടിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്കിങ്ങനെ എപ്പം വേണേലും എടുത്തിച്ചിട്ട് വെള്ളം കൂട്ടി കുടിക്കാം. അപ്പോൾ എല്ലാവരും ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടുന്നതുകൊണ്ടോ നെല്ലിക്ക ഇടുന്നതുകൊണ്ടോ ഒരു കാന്താരിമുളകായിരുന്നു വേണ്ടത്. കാന്താരിമുളക് നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ടൊന്ന് അരിച്ച് ഒന്നുകൂടെ അരിച്ചെടുക്കാവേ. അപ്പം നല്ലൊരു ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ പുളിയൊന്നും കിട്ടിയാൽ ആരും കളയരുത്. അച്ചാറിടാനും നമുക്ക് ഈ ഗ്യാസിൻ്റെയൊക്കെ അസുഖമൊക്കെ ഉള്ളവർക്ക് അത് പിന്നെ ഇത് ശർക്കരയും പിന്നെ ജാതിക്കായും എല്ലാം കൂടി ഇടിച്ചിട്ട് ഈ പിന്നെ ചതുരപ്പുളിയും കൂടി ഇട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കുടിച്ചാൽ വയറിന് നല്ല സുഖം കിട്ടും. അതുകൊണ്ട് ഈ പുളി ആരും കളയരുത്. എല്ലാവരും നല്ലപോലെ പിന്നെ ജ്യൂസാക്കിയൊക്കെ വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. അച്ചാറിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് ഇതിൻ്റെയൊക്കെ അച്ചാറിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഉള്ളിടത്തുനിന്ന് എനിക്ക് കൊണ്ട് തരുന്നതാണേ. ഇവിടെ ഒരു ചേട്ടൻ കൊണ്ട് തരും. അത്
നമ്മൾ കളയാതെ ജ്യൂസാക്കി വെക്കും, അച്ചാറിട്ട് വെക്കും, മീനിൻ്റെ അകത്തിടും. അങ്ങനെ ഒത്തിരി ഐറ്റത്തിൻ്റെ അത് തക്കാളിക്ക പോലെ നമുക്ക് ചക്കക്കുരുവിൻ്റെ ഉഴുത്തിയിട്ട് പച്ചത്തക്കാളിക്കാൻ ചക്കക്കുരുവും വെക്കുന്ന പോലെയൊക്കെ വെക്കാം. അതൊക്കെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചൂസ് കിച്ചൻ കാണാത്തവരെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കൊന്ന് ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കാം അല്ലേ? അപ്പോൾ ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കട്ടെ. അടിപൊളിയാണ്. ഒരു ഇച്ചിരി എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇഞ്ചിയുടെ എരിവ്, പച്ചമുളകിൻ്റെ എരിവ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി മധുരമില്ല, ഉപ്പ്, പഞ്ചസാര ഇച്ചിരി. അപ്പം എല്ലാവരും ഇതൊന്ന് കുടിച്ച് നോക്കണം, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. ബൈ ബൈ.